പ്രിയ പൂരാടം നക്ഷത്രത്തിൽ പിറന്നവരെ, അപരാജിതർ എന്നറിയപ്പെടുന്ന നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു പ്രതിസന്ധിയെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആ മുഖമാണ് ഓർമ്മ വരിക. ശുക്രൻ നക്ഷത്രാധിപനായ ആനയുടെ കരുത്തുള്ള നിങ്ങൾ പ്രപഞ്ചത്തിലെ ഏറ്റവും ആകർഷണീയമായ വ്യക്തിത്വങ്ങളാണ്. 2026 നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാജകീയമായ മാറ്റത്തിന് തുടക്കമാവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഒരു ശാശ്വത പരിഹാരം ഈ വർഷം ഉണ്ടാകുമെന്ന് നക്ഷത്രങ്ങൾ പ്രവചിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിന് പുതിയൊരു തിളക്കം ലഭിക്കുന്ന നിമിഷങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ വിജയത്തിന്റെ തിളക്കത്തിനൊപ്പം നിങ്ങൾ കാണാതെ പോകുന്ന ചില കരിനിഴലുകൾ ഉണ്ടോ? നിങ്ങളുടെ അസാമാന്യമായ ആത്മവിശ്വാസം എപ്പോഴാണ് വെറും അഹങ്കാരമായി മാറുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? കരിയറിലും സാമ്പത്തികത്തിലും വലിയ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ തന്നെ കൈപ്പിടിയിൽ നിന്ന് വഴുതിപ്പോകാൻ സാധ്യതയുള്ള വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അന്തസ്സിനെ ബാധിച്ചേക്കാവുന്ന വീഴ്ചകളെക്കുറിച്ചും നമുക്ക് ഇന്ന് ആഴത്തിൽ സംസാരിക്കാം. 2026 പൂരാടം നക്ഷത്രക്കാരുടെ കരിയർ ഗ്രാഫ് ഉയരത്തിൽ തന്നെയാണ്. കലാപരമായ കഴിവുകൾ ഉള്ളവർക്കും സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്കും ഒരു വലിയ ബ്രേക്ക് ലഭിക്കും. നിങ്ങളുടെ സർഗാത്മകമായ ആശയങ്ങൾ സ്ഥാപനത്തിന് വലിയ ലാഭമുണ്ടാക്കി നൽകുകയും നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറും. സഹപ്രവർത്തകർക്കിടയിൽ ഒരു സ്വാധീനശക്തിയായി മാറാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടാകും. പക്ഷേ ഈ വിജയങ്ങൾക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾ ഒരു വൺ മാൻ ഷോ നടത്താൻ ശ്രമിക്കുന്നത് സഹപ്രവർത്തകരിൽ വലിയ അമർഷം ഉണ്ടാക്കും. നിങ്ങൾ തനിച്ചല്ല ഈ വിജയം നേടിയത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലാത്തപക്ഷം നിങ്ങൾക്കൊപ്പം നിന്നവർ തന്നെ നിങ്ങൾക്ക് പാരയാകുന്ന സാഹചര്യം ഈ വർഷം ഉണ്ടാകും. ബിസിനസ് രംഗത്തുള്ളവർ പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ വൈകാരികത മാറ്റിവെച്ച് പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കണം. നിങ്ങളെ സ്തുതിക്കുന്നവർക്ക് പിന്നിൽ നിങ്ങളെ താഴെ വീഴ്ത്താൻ കാത്തുനിൽക്കുന്നവർ ഉണ്ടെന്ന് ഓർക്കുക. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായ രേഖകളും വക്കീൽ ഉപദേശവും ഇല്ലാതെ പണം മുടക്കരുത്. സാമ്പത്തികമായി പൂരാടം നക്ഷത്രക്കാർക്ക് 2026 വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന വർഷമാണ്. പണം വരുന്നത് വർദ്ധിക്കുമെന്നു മാത്രമല്ല, പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടുകയും ചെയ്യും. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ പുതിയ വാഹനം സ്വന്തമാക്കാനോ ഈ വർഷം യോഗമുണ്ട്. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും വലിയ ആദായം ലഭിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. എന്നാൽ ഈ സാമ്പത്തിക നേട്ടം നിങ്ങളെ അമിതമായ ധൂർത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനായി കാണിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് വർഷാവസാനം നിങ്ങൾക്ക് തിരിച്ചടിയാകും. ലോട്ടറി, ട്രേഡിംഗ് തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിൽ അമിതമായി പണം നിക്ഷേപിക്കുന്നത് ഈ വർഷം ശുഭകരമല്ല. കൈവരുന്ന പണം കൃത്യമായ പ്ലാനിംഗോടെ മാറ്റിവെച്ചില്ലെങ്കിൽ അത് വഴുതിപ്പോകാൻ അധിക സമയം വേണ്ടിവരില്ല. അടുത്ത സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കുന്നത് വഴി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പണം കടം കൊടുക്കുമ്പോൾ അത് തിരികെ കിട്ടാൻ പ്രയാസമായിരിക്കും എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. വിജയം കൈപ്പിടിയിലൊതുക്കാൻ പൂരാടം നക്ഷത്രക്കാർ ചില സ്വഭാവങ്ങൾ നിർബന്ധമായും തിരുത്തണം. ഒന്നാമതായി, നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവുമാണ്. താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന തോന്നൽ ആത്മാർത്ഥ സുഹൃത്തുക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റും. രണ്ടാമതായി, എടുത്തുചാട്ടവും വിവേകമില്ലായ്മയും. ചിന്തിക്കുന്നതിന് മുൻപ് പ്രവർത്തിക്കുന്ന രീതി 2026 നിങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കും. മൂന്നാമതായി, ആഡംബരഭ്രമവും ധൂർത്തും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നത് നിങ്ങളെ കടക്കെണിയിലാക്കാം. അവസാനമായി, ഒരു കാര്യം ആവേശത്തോടെ തുടങ്ങുകയും പകുതിവഴിയിൽ മടുപ്പ് തോന്നി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതി മാറ്റണം. ലക്ഷ്യങ്ങളിൽ ഉറച്ചുനിൽക്കാതെ ഇടയ്ക്കിടെ താൽപ്പര്യങ്ങൾ മാറുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയ്ക്കാൻ കാരണമാകും. അലസത വെടിഞ്ഞു സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ 2026 വലിയ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. വ്യക്തിബന്ധങ്ങളിൽ സന്തോഷം ഉണ്ടാകുമെങ്കിലും പൂരാടം നക്ഷത്രക്കാർ ചില പ്രലോഭനങ്ങളിൽ പെടാൻ സാധ്യതയുണ്ട്. പുറമേ നിന്നുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംശയത്തിന്റെ വിത്തുകൾ പാകിയേക്കാം. നിങ്ങളുടെ പങ്കാളിയുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തും. വഴിതെറ്റിയ പ്രണയബന്ധങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണം. ഇത് കുടുംബസമാധാനം തകർക്കാൻ കാരണമാകും. ആരോഗ്യകാര്യത്തിൽ വൈറസ് അസുഖങ്ങളും പ്രമേഹവും ഈ വർഷം നിങ്ങളെ അലട്ടിയേക്കാം. ലഹരി ശീലങ്ങളുള്ളവർ ഈ വർഷം അത് ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് വലിയ ശാരീരിക തളർച്ചയിലേക്ക് നയിക്കും. വാഹനം ഓടിക്കുമ്പോഴോ സാഹസിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ ഉള്ള ചെറിയൊരു ശ്രദ്ധക്കുറവ് പോലും വലിയ പരിക്കുകൾക്ക് കാരണമായേക്കാം.
മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ സംഗീതമോ കലകളോ അഭ്യസിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പൂരാടം നക്ഷത്രക്കാർക്ക് 2026 ഐശ്വര്യം ലഭിക്കാൻ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും പോസിറ്റീവ് എനർജി നൽകും. സുമംഗലികൾക്ക് വസ്ത്രങ്ങളോ മധുരമോ നൽകുന്നത് ശുക്രപ്രീതിക്ക് സഹായിക്കും. നിങ്ങളുടെ ഉള്ളിലെ പോരായ്മകളെ തിരിച്ചറിഞ്ഞു വിവേകത്തോടെയും വിനയത്തോടെയും മുന്നോട്ടു പോയാൽ ഈ വർഷം നിങ്ങൾക്ക് അജയ്യനാകാൻ സാധിക്കും. സ്വയം തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വിജയം നിങ്ങളെ തേടിയെത്തും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന മനോഹരമായ നിമിഷങ്ങൾ 2026 സമ്മാനിക്കട്ടെ.